ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോയുമായിട്ടാണ്. OnePlus ഏറ്റവും പുതുതായി പുറത്തിറക്കിയ അവരുടെ മിഡ് റേഞ്ച് ഫ്ലാഗ്ഷിപ്പ് ഫോണായ OnePlus 10R അൺബോക്സ് ചെയ്യുകയാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. OnePlus 9Rനും OnePlus 9RTക്കും ശേഷം അതേ പ്രൈസ് റേഞ്ചിൽ തന്നെ OnePlus പുറത്തിറക്കിയ അവരുടെ മിഡ് റേഞ്ച് ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് OnePlus 10R. ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും പുതിയ വേർഷനായ ആൻഡ്രോയിഡ് 12ൽ അധിഷ്ഠിതമായ ഒക്ടോകോർ മീഡിയാടെക് ഡയമൻസിറ്റിയുടെ 8100 5G എന്ന മികവുറ്റ പ്രോസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് നൽകിയിരിക്കുന്നു. അപ്പോൾ ഒരു തെറ്റില്ലാത്ത പെർഫോമൻസ് ഒക്കെ ഈ ഒരു ഫോണിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ കൂടുതൽ ഫീച്ചേഴ്സ് നിങ്ങളോട് പറയുന്നതിന് മുമ്പേ അൺബോക്സിംഗ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിത് ഓൾറെഡി അൺബോക്സ് ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു അൺബോക്സിംഗ് വീഡിയോ മാത്രമല്ല, ഒരു റിവ്യൂ കൂടിയാണ്, എൻ്റെ യൂസർ എക്സ്പീരിയൻസ് കൂടിയാണ് ഞാൻ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള എൻ്റെ യൂസർ എക്സ്പീരിയൻസിലേക്ക് വരാം. അപ്പോൾ ഇതാണ് OnePlus 10Rൻ്റെ ബോക്സ്. ഒരു ടിപ്പിക്കൽ OnePlusൻ്റെ തന്നെ റെഡ് കളർ ബോക്സ്. അപ്പം സൈഡിൽ OnePlus 10R എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പതിയെ അൺബോക്സ് ചെയ്ത് നോക്കാം. OnePlus 9R പുറത്തിറങ്ങിയിട്ട് ഏകദേശം ഒരു വർഷമായി. അതിനുശേഷമാണ് ഇപ്പോൾ അവർ അവരുടെ അപ്ഗ്രേഡ് ചെയ്തിപ്പം OnePlus 10R എന്നീ ഫോൺ പുറത്തിറക്കുന്നത്. നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന്. അതിനകത്തും ഒരു റെഡ് ബോക്സ് ഉണ്ട്. അത് ഓപ്പൺ ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഒരു കേസാണ്, ബാക്ക് കേസാണ്. നല്ല ക്വാളിറ്റി ബാക്ക് കേസാണ്, മോശമില്ലാത്ത ഡിസൈൻ. നമുക്കത് മാറ്റി വെക്കാം. നമുക്ക് അടുത്ത ബോക്സ് ഓപ്പൺ ചെയ്യാം. ഇതെല്ലാം ബോക്സ് ബൈ ബോക്സ് ആയിട്ടാണ് അവർ നൽകിയിരിക്കുന്നത്. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അവിടത്തിൻ്റെ അകത്ത് കുറേ പേപ്പറുകളുണ്ട്, യൂസർ മാനുവൽ കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ സിം ട്രേ ഇജക്ടർ ഉണ്ട്. OnePlusൻ്റെ സ്മൈലി സിമ്പിളുള്ള ആ സെയിം സിം ട്രേ ഇജക്ടറാണുള്ളത്. ആദ്യത്തെ എടുത്ത് നോക്കുമ്പോൾ അവരുടെ യൂസർ മാനുവൽ, അതുപോലെ തന്നെ പ്രീമിയം ഫോണിൻ്റെ കൂടെ വരാറുള്ള OnePlusൻ്റെ സ്റ്റിക്കറുകൾ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ തന്നിരിക്കുന്നത്. യൂസർ മാനുവൽ കാര്യങ്ങളാണ് അതിലുള്ളത്. ഇനി എന്തൊക്കെയാണ് ഈ ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ആ ഒരു ഫോൺ എടുത്ത് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ബാക്കി എന്തൊക്കെയാണെന്ന് നോക്കാം. തുറന്നു കഴിയുമ്പോഴേക്കും ചാർജറുണ്ട്. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് കേട്ടോ. 5000 mAh ബാറ്ററി ചാർജ് ചെയ്യാൻ 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ. ടിപ്പിക്കൽ OnePlusൻ്റെ ആ റെഡ് കേബിൾ. അപ്പം ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 150 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ഫോണാണ്. അതുപോലെ തന്നെ ബോക്സിൻ്റെ കൂടെ വരുന്നത് 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. ഇനി നമുക്ക് ഫോൺ എടുക്കാം. നമുക്ക് ഫോൺ ഒരു ബോക്സി ഫിനിഷാണ് വന്നിരിക്കുന്നത്. നല്ല ഇൻഹാൻഡ് ഫീൽ ഉണ്ട് കേട്ടോ. ഇത് എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം. പുറകിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണുള്ളത്. അപ്പോൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം. നമുക്ക് ആ ഫോണ് എന്നിട്ട് ഓൺ ആക്കാം. സൈഡിൽ വോളിയം റോക്കേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ പവർ ബട്ടൺ നമുക്ക് ഒന്ന് ഓൺ ആക്കി നോക്കാം. ഫോണ് ഓൺ ആകുന്നു. ഇതാണ്ട് OnePlusൻ്റെ സിമ്പിൾ വന്നു, ഓൺ ആയിട്ടുണ്ട്. ഇത് ആൻഡ്രോയിഡ് 12 ആണ് വേർഷൻ വരുന്നത്. അതുപോലെ തന്നെ ഓക്സിജൻ OS ആണ് വരുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് ഓക്സിജൻ OS ആണ് വരുന്നത്. ഫോൺ ഓൺ ആയി കഴിയുമ്പം ബാക്കിയുള്ള പ്രോസസ്സൊക്കെ ചെയ്യാം. ലോഗിൻ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ചെയ്തേക്കാം. OnePlusൻ്റെ ആ തനതായ ഡിസൈനിൽ നിന്നൊക്കെ കുറച്ച് മാറി കുറച്ചുകൂടെ ഒരു ഓർത്തഡോക്സ് ഡിസൈനാണ് ഈ ഒരു ഫോണിൽ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. OnePlusൻ്റെ തന്നെ പേരൻറ്റ് കമ്പനിയായ ഒപ്പോയുടെ ബ്രാൻഡായ റിയൽമി G3 Neo 3യുടെയുമായി സാമ്യമുള്ള ഒരു ഡിസൈനാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ ഫോൺ കാണിക്കാം. അപ്പോൾ ഇതിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. പിന്നെ 16 MB ഒരു സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ഇതാണ് ഫോണിൻ്റെ പുറകുവശം. ഒരു മാറ്റ് ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. ഗ്രീൻ ഫോറസ്റ്റ് കളറാണിത്. OnePlusൻ്റെ സിമ്പിൾ താഴെ നൽകിയിരിക്കുന്നു. 50 MB മെയിൻ ക്യാമറ, 8 MB വൈഡ് ആംഗിൾ ക്യാമറ, 2 MB മാക്രോ ക്യാമറ എന്നിവയാണ് നൽകിയിരിക്കുന്നത്. വലത് സൈഡിൽ പവർ ബട്ടൺ നൽകിയിരിക്കുന്നു. ഇടത്ത് സൈഡിൽ വോളിയം റോക്കേഴ്സ് നൽകിയിരിക്കുന്നു. പക്ഷേ സ്ലൈഡ് അലർട്ട് മിസ്സിംഗ് ആണ്. നോർമൽ OnePlusൻ്റെ ഫോണുകളിൽ കാണാറുള്ള സ്ലൈഡ് അലർട്ട് ഈ ഒരു ഫോണിൽ മിസ്സിംഗ് ആണ്. ഫോണിൻ്റെ താഴ്ഭാഗത്തായി സിം ട്രേയും Type-C ചാർജിങ് പോർട്ടും അതുപോലെ തന്നെ സ്പീക്കേഴ്സും നൽകിയിരിക്കുന്നു. മുകളിലാണെങ്കിൽ നോയിസ് ക്യാൻസലേഷൻ മൈക്കാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയെക്കുറിച്ച് പറയുകയാണെങ്കിൽ LED ഡിസ്പ്ലേ ആണ്. HDR10ൻ്റെ സപ്പോർട്ടുണ്ട്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ വളരെ മനോഹരമായ ഒരു ബോക്സി ഫിനിഷാണ് ഇതിന് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 6.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത്. ഫോണിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ പ്ലേസ് ചെയ്തിരിക്കുന്നത് വളരെ കറക്റ്റ് പ്ലേസിലാണ്. അതുകാരണം തന്നെ വളരെ ഈസിയായി നമുക്കിത് ആക്സസ് ചെയ്ത് അൺലോക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ആണ് ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് ലഭിക്കുന്നുണ്ട് ഇതിൽ നിന്ന്. ഫേസ് അൺലോക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത്തിരി ലോ ലൈറ്റിൽ പോലും നന്നായിട്ടിത് വർക്കാകുന്നുണ്ട്. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത് 50 MP മെയിൻ ക്യാമറയിൽ എടുത്ത പിക്ചേഴ്സാണ്. അത്യാവശ്യം മോശമല്ലാത്ത ഒരു ഔട്ട്പുട്ട് ഡേ ലൈറ്റിൽ ഈ ഒരു ഫോൺ നൽകുന്നുണ്ട്. ഇത് 16 MP സെൽഫി ക്യാമറയിൽ ഡേ ലൈറ്റിലുള്ള പിക്ചേഴ്സാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതിനുള്ളൊരു ക്വാളിറ്റി ഈ ഒരു ക്യാമറ നൽകുന്നില്ല. ഇത് ഡേ ലൈറ്റിൽ മെയിൻ ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റിയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇതിന് നിങ്ങൾക്ക് ആവശ്യമായ വീഡിയോ ക്വാളിറ്റി ഉണ്ടോയെന്നോ സ്റ്റെബിലൈസേഷൻ ഉണ്ടോയെന്നോ ഒക്കെ നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുവാണെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു ക്യാമറ ഫോൺ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഈ ഒരു ഫോൺ സജസ്റ്റ് ചെയ്യില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇറ്റ്സ് നോട്ട് അപ് ടു ദ മാർക്ക്. കാരണം നിങ്ങളൊരു ക്യാമറ ഫോണാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ച് ഇതിലും മികവുറ്റ ക്യാമറകൾ നൽകുന്ന അനേകം ഫോണുകളുണ്ട്. പക്ഷേ ഫ്യൂച്ചർ അപ്ഡേറ്റുകളിൽ OnePlus ക്യാമറയുടെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുത്തിയാക്കാം. ഞാനിത് മേടിച്ചതിന് ശേഷം ഒരു അപ്ഡേറ്റ് കഴിഞ്ഞു, എങ്കിലും വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. ഇത് ഫ്രണ്ട് ക്യാമറയുടെ വീഡിയോ ക്ലാരിറ്റി, സൗണ്ട് ക്ലാരിറ്റി, പെർഫോമൻസും ഒക്കെയാണ്, സ്റ്റെബിലൈസേഷനൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ നോക്കുക എങ്ങനെ ഉണ്ടെന്ന്. എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതുപോലെ തന്നെ മെയിൻ ക്യാമറ പോലെ തന്നെ റിയർ ക്യാമറ പോലെ തന്നെ ഇതും നോട്ട് അപ് ടു ദ മാർക്ക്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു 16 MP സെൽഫി ക്യാമറ തരുന്നൊരു പെർഫോമൻസ് ഒന്നും ഇതിൽ കിട്ടുന്നില്ല. ഇത് പിന്നെ സെൽഫി ക്യാമറ കൊണ്ട് 4K ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നൊരു ഡീമെറിറ്റ്സും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് ഇതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. 2 കളർ വേരിയൻറ്റിലാണ് OnePlus 10R അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ബ്ലാക്ക്, 2 നമ്മുടെ കയ്യിലുള്ള ഈ ഒരു കളർ ഗ്രീൻ ഫോറസ്റ്റ് എന്ന കളർ. അതുപോലെ തന്നെ 8GB 128GB, അതുപോലെ 12GB 256GB എന്നിങ്ങനെ 2 വേരിയൻറ്റിലും ഇത് അവൈലബിൾ ആണ്. അപ്പോൾ പ്രൈസ് റേഞ്ചിലേക്ക് വരികയാണെങ്കിൽ 8GB 128GBയുടെ പ്രൈസ് വരുന്നത് 38,999 രൂപ, അതായത് ഒരു 39,000 രൂപ വരും. അതുപോലെ 12GB 256GBയുടെ പ്രൈസ് വരുന്നത് നമുക്ക് 42,999 രൂപ, 43,000 രൂപ വരും. അപ്പോൾ OnePlus 10Rനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പുതിയ ആരെങ്കിലുമൊക്കെ OnePlus 10R എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്രദമാകട്ടെ എന്നോർത്താണ് ഞാൻ ഒരു വീഡിയോ ഇവിടെ ചെയ്തത്. അപ്പോൾ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ ആവശ്യമാണോ, നിങ്ങളുടെ ഉപയോഗമുണ്ട്, ഈ ഒരു ഫോൺ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉപകാരപ്രദമാകുമോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ